അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15 അധ്യായം അതിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. ഏത് സ്ത്രീയാണ് തനിക്ക് 10 നാണയം ഉണ്ടായിരിക്കെ അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ വിളക്ക് കൊളുത്തി വീട് അടിച്ചു വാരി അത് കണ്ടുകിട്ടുവോളം ഉത്സാഹത്തോട് അന്വേഷിക്കാത്തത്? കണ്ടുകിട്ടി കഴിയുമ്പോൾ അവൾ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയും, എന്നോടുകൂടെ സന്തോഷിക്കുവിൻ, എൻ്റെ നഷ്ടപ്പെട്ട നാണയം വീണ്ടും കിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അനുതപിക്കുന്ന ഒരു പാവിയെക്കുറിച്ചും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുൻപിൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവിൻ്റെ വചനം. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അനുതപിക്കുന്ന ഒരു പാവി. കർത്താവ് എല്ലാ ഉപമകളിലൂടെയാണ് പറയുന്നത്. ഉപമയല്ലാതെ കർത്താവ് ഒന്നും പറയുന്നില്ല. ആ ഉപമകൾ നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് മുന്നോട്ട് നീങ്ങാനാണ്. അപ്പം ഈ ഏത് സ്ത്രീയാണ് തനിക്ക് നാണയം നഷ്ടപ്പെട്ട അത് കണ്ടു കിട്ടുവോളം നമ്മൾ വീടെല്ലാം അരിച്ചു പറക്കും അല്ലേ? അപ്പം നാണയത്തിൻ്റെ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു പാവിയെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുന്നവരാണ്. ആ പാവിയെ മാനസാന്തരത്തിൽ വരുത്തുമ്പോൾ ആ നാണയത്തേക്കാൾ വിലയേറിയ മഹത്വമാണ് കർത്താവ് കൽപ്പിക്കുന്നത്. അപ്പം പാവി അനുതപിക്കുമ്പോൾ ആ അനുതപിക്കുന്ന പാവിയെ നമ്മൾ പരിഹസിക്കാതെ ദൈവസന്നിധിയിൽ കൊണ്ടു നിർത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പല വ്യക്തി ജീവിതങ്ങളും ദൈവത്തിൽ നിന്നകന്ന് ഒരുപാട് തിന്മയിലേക്ക് പോകുന്നവരുണ്ട്. നമുക്ക് അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവവചനം മനസ്സിലാക്കി ജീവിക്കാൻ കഴിവില്ലാത്ത ഒരുപാട് ജനമുണ്ട്. എല്ലാം കിട്ടി എന്ന് വിചാരിക്കുന്ന ഒരുപാട് ജനമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒന്നും കിട്ടിയിട്ടില്ല. കിട്ടണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ കരം പിടിക്കണം. ആ കരത്തിൽ നിന്ന് കിട്ടുന്നത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. നമ്മൾ ചിന്തിക്കും, കണ്ടോ, ദൈവത്തെ അറിയാത്തവൻ ഒരുപാട് നന്മയിൽ പോകുന്നല്ലോ, അവന് ഒരുപാട് സമ്പത്തുണ്ടല്ലോ എന്ന്. പ്രിയപ്പെട്ട എൻ്റെ പ്രിയ ജനമേ, കർത്താവിനെ അറിയുന്നവന് മാത്രമേ സമ്പത്ത് നിലനിൽക്കുകയുള്ളൂ, ഐശ്വര്യം നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ ഐശ്വര്യവും സമ്പത്തും എല്ലാം നിലനിൽക്കണമെങ്കിൽ കർത്താവിൻ്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് നമ്മൾ അനുതാപത്തിലേക്ക് വരണം. നമ്മുടെ കഴിഞ്ഞു പോയ കാലങ്ങളെക്കുറിച്ച് നമ്മൾ പശ്ചാത്തപിക്കണം. നമ്മൾ അനുതാപത്തിലേക്ക് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ദൈവവുമായി ബന്ധത്തിൽ നിലനിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോഴാണ് നമുക്കൊരു കളഞ്ഞു കിട്ടിയ ഉപമയെക്കുറിച്ച് പറഞ്ഞത്. നമ്മൾക്ക് ഒരു വ്യക്തി ദൈവത്തിലേക്ക് വന്നാൽ, അവർ ദൈവമായിട്ട് ബന്ധത്തിൽ നിലനിന്നാൽ നമുക്ക് എന്തൊരു സന്തോഷം അല്ലേ? അനേകരെ ദൈവത്തിലേക്ക് കൊണ്ടുവരുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നും ഞാൻ ദൈവനാമത്തിൽ അനേകരെ ദൈവത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ദൈവമക്കളായി മുന്നേറുന്നുണ്ട്. അനേകരോട് സംസാരിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ ദൈവം എന്നെ ഒരുക്കുന്നുണ്ട്. ഞാൻ ഇതിനൊന്നും യോഗ്യതയുള്ള വ്യക്തിയല്ല. പ്രിയപ്പെട്ടവരെ, പറയാൻ ഒരു യോഗ്യതയുമില്ലാത്ത അയോഗ്യ പാവിയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പശ്ചാത്തപിക്കുന്നുവെങ്കിൽ ദൈവം നമുക്ക് എവിടാണ് ഒരുക്കിയിരിക്കുന്നത്, പറുദീസ നമുക്ക് തന്നിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിൽ മുറുകെ പിടിക്കാം, ചേർത്ത് വയ്ക്കാം. പ്രാർത്ഥനയില്ലാത്ത മക്കളെയെല്ലാം ചേർത്ത് വെക്കാം. ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന മക്കളെയെല്ലാം ചേർത്ത് വെക്കാം. ദൈവമേ, ഓരോ കുടുംബവും കുട്ടിച്ചോറാക്കിക്കൊണ്ട് ദൈവവചനത്തെ ധിക്കരിച്ചുകൊണ്ട് കടന്നു പോകുന്ന കുടുംബങ്ങളുണ്ട് കർത്താവെ. അവരെയെല്ലാം ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവമേ, അങ്ങയുടെ സ്നേഹം അനുഭവിച്ചറിയാത്ത അനേകം മക്കളുണ്ട് കർത്താവെ. അവരെല്ലാം സമർപ്പിക്കുന്നു. അവരെ ഓർത്ത് കരയുന്ന മാതാപിതാക്കളുണ്ട് കർത്താവെ. ആ കണ്ണുനീരിനെ ഏറ്റെടുക്കണമേ അപ്പാ. ഹല്ലേലൂയ, സ്തോത്രം ദൈവമേ. നന്ദിയോട് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു പിതാവേ. ഹല്ലേലൂയ. അങ്ങ് പരിശുദ്ധൻ, 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 സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ. എൻ്റെ പിതാവ് പരിശുദ്ധൻ, എൻ്റെ പിതാവ് പരിശുദ്ധൻ. എൻ്റെ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ കർത്താവേ, അങ്ങേ അറിയുന്ന സകല ജനവും പരിശുദ്ധരായി ജീവിക്കുവാൻ അങ്ങ് സഹായിക്കണമേ. എളിയവരുടെ സങ്കേതമായ കർത്താവേ, എളിമയോട് ജീവിക്കുവാനുള്ള കൃപ ഓരോ വ്യക്തി ജീവിതങ്ങളിലേക്ക് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ചോദിച്ച എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഇപ്പോൾ പ്രാർത്ഥന ആവശ്യമുള്ള എല്ലാവരെയും സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ, അങ്ങയുടെ കൃപയാൽ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവ് നിങ്ങളെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.